സുഹൃത്തുക്കളെ, വൺസ് അഗൈൻ എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ സി ജയറോയുടെ ആത്മഹത്യയെപ്പറ്റിയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ പറ്റിയുമൊക്കെ ഒരു വീഡിയോ ചെയ്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആത്മഹത്യ ഇൻവെസ്റ്റിഗേഷനും അതിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അന്വേഷണവും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വാർത്തകളും സത്യാവസ്ഥകളും അസത്യങ്ങളും വിശകലനങ്ങളിലും വിമർശനങ്ങളും എല്ലാം ഇങ്ങനെ ധാരാളമായി വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളമായി ചർച്ച ചെയ്യപ്പെടുകയാണ് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഉള്ള പത്ര വാർത്താ മാധ്യമങ്ങളിലും കൂടിയൊക്കെ കൂടി. എങ്കിലും സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഇങ്ങനെയുള്ള സോഷ്യൽ വിഷയങ്ങളെപ്പറ്റി പഠിച്ചതിൽ നിന്നും സത്യാവസ്ഥ എന്താണ് പുറത്തു വരുന്നത് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതി ഇരുന്നതല്ല. ധാരാളം വീഡിയോകൾ ചെയ്യുന്നതിലർത്ഥമില്ല. സത്യവും നീതിപരവുമായ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ വാർത്തകളിലും ചെയ്യേണ്ടത്. അല്ലാതെ വ്യൂവേഴ്സും അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും അല്ല. ഇപ്പോൾ വാസ്തവത്തിലേക്ക് വരാം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ക്രിസ്റ്റൽ ഗ്രൂപ്പും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായെന്നും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ വഞ്ചിച്ചെന്നും സി ജെറോയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്നുമൊക്കെയുള്ള അവാസ്തവമായ ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സത്യമന്വേഷിക്കുന്ന ധർമാന്വേഷികളായ ചില ചാനലുകാർ കൃഷ്ണനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഇപ്പോഴും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അദ്ദേഹത്തിനെ റോയ് വഞ്ചിച്ചു എന്നുള്ള വാർത്തകൾ അവാസ്തവമാണ്. ഇത് നമ്പൂതിരിയുടെ ഭാര്യയും എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സസുഖം ജീവനോടെ ഇരിക്കുന്നു. രണ്ട് മാധ്യമങ്ങളും ചാനലുകളും പറയുന്ന മാതിരി ഒളിച്ചോടുകയോ മുങ്ങുകയോ മരണപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ധർമാന്വേഷണങ്ങളെ സത്യാന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനലുകൾ അദ്ദേഹവുമായി സംസാരിച്ചു എന്നും പറഞ്ഞ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ലിക്വിഡ് ക്യാഷ് ഒരു 150 കോടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ബിസിനസ് കോൺക്രീറ്റ് ഗ്രൂപ്പ് ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹത്തിന് സമാധാനവും സന്തോഷവുമാണ് വേണ്ടത്, അല്ലാണ്ട് പണത്തിൻ്റെ ജാടയും അസത്യങ്ങളും ഒക്കെ കാണിച്ച് റോൾസ് റോയ്സുകളും വിമാനങ്ങളും എല്ലാം ഡമ്പും അഹങ്കാരവും ഒക്കെ കാണിച്ച് നാശത്തിലേക്ക് കുതിക്കുന്നതിൽ താല്പര്യമില്ല എന്നും ആണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ താത്വികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് ധർമാന്വേഷണമാണ്, സത്യാന്വേഷണമാണ്. അല്ലാതെ നുണയും അപവാദ പ്രചരണങ്ങളും കള്ളപ്രചരണവും നടത്തി ധാരാളം പണം സമ്പാദിച്ചു കൂട്ടി അവസാന നിമിഷം എവറസ്റ്റോടും കൂടി തകർക്കുന്ന മാതിരി എല്ലാം കൂടെ തകർന്ന് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങനെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയത് നമുക്ക് ധാരാളം അറിയാം. ഇതിൻ്റെയൊക്കെ അവസാനവും നമ്മൾക്ക് അറിയാം. അപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഓഡിറ്റോ EDയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ യാതൊന്നുമില്ല. സത്യസന്ധമായി ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് എന്നാണ് ഇപ്പോൾ മീഡിയകളിൽ കൂടിയൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അതിനാൽ അദ്ദേഹത്തിന് റോയി അദ്ദേഹവുമായോ ഒന്നും വഞ്ചനയോ ചതിയോ ഒന്നും ഉണ്ടായിട്ടില്ല, ഇത് പറഞ്ഞിട്ടില്ല. അത് റോയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ നമ്പൂതിരി ഇതുവരെ ഒന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് വസ്തുത. നമ്മൾ ബിസിനസ് ചെയ്യുകയും വിദ്യാഭ്യാസം നേടുകയും ഒക്കെ ചെയ്യുന്നത് ധർമാന്വേഷണത്തിനും സത്യാന്വേഷണത്തിനും വേണ്ടിയാണ്. പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യുന്നവർ ഒന്നും പെട്ടെന്ന് ചിലപ്പോൾ വളരെയധികം ഉയർച്ചയൊന്നും പ്രാപിക്കുകയില്ല. പെട്ടെന്ന് കൂണ് പോലെ മുളച്ചു പൊങ്ങി
സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലാതെയും പത്രമാധ്യമങ്ങളിലെല്ലാം ഭയങ്കരമായ പരസ്യം കൊടുത്ത് കള്ളാപവാദങ്ങൾ പ്രചരിപ്പിച്ച് സെലിബ്രിറ്റികളെ കൊണ്ട് നടന്നു പറയിപ്പിച്ച് പണം കൊടുത്ത് ഉള്ള ബിസിനസ് ഇങ്ങനെയുള്ള ഹൈപ്പ് ആക്കിയിട്ടുള്ള ബിസിനസ്സുകളാണ് ഇവിടെ ഇപ്പോൾ അധികവും നിലനിൽക്കുന്നത് നടക്കുന്നതും. അതൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയവും അങ്ങനെ തന്നെ. കള്ളതയും കപടതയും ചതിയും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും ആയിട്ടും പൊതുജനങ്ങളെ പറ്റിച്ചുമുണ്ടാക്കുന്ന പല പല സ്ഥാപനങ്ങളും ഇവിടെയും ഒക്കെ നടത്തിപ്പിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ മാതിരിയുള്ള മീഡിയ പ്രചരണങ്ങളിലും സോഷ്യൽ ഇവൻറ്റുകളിലും ഒക്കെ മുങ്ങി ഇപ്പോൾ തന്നെ ലോകത്തെ പിടിച്ച് കുലുക്കുന്ന എപ്സ്റ്റൈൻ ഫയൽ, അതിനകത്ത് പെടാത്ത ആൾക്കാർ ഇപ്പോൾ ചുരുക്കമാണ്. ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉന്നത വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിന് ഉന്നതമായിരിക്കുന്നവരും ഒക്കെ ഇപ്പോൾ കാട്ടിക്കൂട്ട് ഇരിക്കുന്ന നീതികേടിൻ്റെയും ലജ്ജിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് കോപ്പികളും ഫോട്ടോകളും ഒക്കെയാണ്. എല്ലാം തടയപ്പെട്ടിരിക്കുകയാണ്. ഒന്നും പൊതുജനങ്ങൾ അറിയുന്നില്ല, പുറത്തു വരുന്നില്ല. എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയും മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ റോൾ മോഡലായിട്ട് ലോകത്തിന് മാതൃകയായിട്ട് പ്രവർത്തിച്ച് ധർമ്മം, സത്യം, നീതി ചെയ്യേണ്ടതായ അഖില ലോക പ്രമുഖ വ്യക്തികളെല്ലാം ഈ മാതിരി ദുഷ്ടപ്രവൃത്തികളിലും പ്രസിഡന്റുമാരും അംബാസഡർമാരും ബിസിനസ് ടൈക്കൂണുകളും നേരുകേടിൻ്റെയും നെറുകേടിൻ്റെയും തട്ടിപ്പിൻ്റെയും വെട്ടിരിപ്പിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും കേട്ടാൽ നടുങ്ങുന്നതായ സംഭവ വികാസങ്ങളുടെ ഡ്രഗ് മഫിയയുടെയും അല്ലാത്ത ഇടപാടുകളുടെയും നിയമവിരുദ്ധമായ പ്രവൃത്തികളുടെ ഘോരമായ ഘോഷയാത്രയുടെ ഒരു എവിഡൻസ് ആയിട്ടാണ് ലക്ഷക്കണക്കിന് ഫോട്ടോകളും ഫയലുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പ്രമുഖ നേതാക്കളെല്ലാം ഞെട്ടിപ്പറയ്ക്കുകയാണ്. അന്വേഷണ ഏജൻസികളെ തടയുകയാണ്. എങ്കിലും ചിലതൊക്കെ പുറത്തു വരുന്നു. സത്യം, ധർമ്മം, നീതി ജയിക്കട്ടെ സുഹൃത്തുക്കളെ. നന്ദി. താങ്ക്സ് ലോട്ട് ഫോർ വ്യൂവേഴ്സ്. സുഹൃത്തുക്കളെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.